ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു നേഹാസ് കിച്ചൻ. ഞാൻ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു ഉരുളക്കിഴങ്ങ് മസാലയാണ്. ഇത് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് തയ്യാറാക്കാം. അതിനു മുന്നേ നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. ഞാനിന്നിവിടെ 3 മീഡിയം സൈസ് ഉരുളക്കിഴങ്ങാണ് എടുത്തിട്ടുള്ളത്. ഇത് നന്നായിട്ട് വേവിക്കുക, പിന്നെ അത് നന്നായി ഉടച്ച് ഇങ്ങനെ ബോൾസാക്കി എടുക്കുക. ഒരു പാൻ വെക്കാം. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. ഈ വെളിച്ചെണ്ണ ഒന്ന് ചൂടായതിനു ശേഷം തീ ഒന്ന് കുറച്ച് വെച്ച് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഇതിലേക്ക് വേണ്ടത് 1/2 ടീസ്പൂൺ മുളക് പൊടി എന്നിവ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കുക. ഇത് നന്നായി ഒന്ന് ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ബോൾസാക്കി വെച്ച ഉരുളക്കിഴങ്ങ് ഓരോന്നായിടാം. ഈ ഉരുളക്കിഴങ്ങിലേക്ക് മസാല ഒന്ന് പിടിക്കാൻ വേണ്ടി 1 മിനിറ്റ് നേരം ഒന്ന് വഴറ്റുക. ഉരുളക്കിഴങ്ങിലേക്ക് നന്നായി മസാല എല്ലാം പിടിച്ചിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി ഉരുളക്കിഴങ്ങ് മസാലയിലേക്ക് ഒരു അരപ്പ് തയ്യാറാക്കാം. അതിനായി 2 മീഡിയം സൈസ് സവാള വഴറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഈ അരപ്പിലേക്ക് വേണ്ടത് 2 പച്ചമുളക്, 4 വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഇവയെല്ലാം കൂടി ഒന്ന് മിക്സിയിലിട്ട് അരച്ചെടുക്കുക. ഇപ്പോൾ ഇവയെല്ലാം കൂടി മിക്സിയിൽ നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. ഒരു പാൻ വെക്കാം. അതിലേക്ക് 4 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കുക. ഈ എണ്ണ ഒന്ന് ചൂടായതിനു ശേഷം ഇതിലേക്ക് അരച്ചു വെച്ച പേസ്റ്റ് ഇടുക. ഈ അരപ്പം നന്നായി വഴറ്റുക. ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് നന്നായി വഴറ്റുക. ഇപ്പോൾ നന്നായി വഴന്നു വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരു മീഡിയം സൈസ് തക്കാളി അരച്ചത് ചേർക്കാം. ഈ തക്കാളിയും ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ തക്കാളി നന്നായി വഴന്നു വന്നിട്ടുണ്ട്. ഈ തീയൊന്ന് കുറച്ചതിന് ശേഷം ഇതിലേക്ക് ആവശ്യമായ പൊടികളിടാം. 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ ഇതിലേക്ക് വേണ്ടത് 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഇതിലേക്ക് വേണ്ടത് 1/2 ടീസ്പൂൺ ഗരം മസാല. ഇവയെല്ലാം ചേർത്ത് നന്നായി ഒന്ന് ഇളക്കുക. നേരത്തെ ഉരുളക്കിഴങ്ങ് വേവിക്കുമ്പോൾ ഉപ്പിട്ടാണ് വേവിച്ചത്. ഈ മസാലയ്ക്ക് ആവശ്യമായ ഉപ്പിട്ടാൽ മതി. ഇനി ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിക്കുക. നന്നായി ചേർത്ത് ഇളക്കുക. ഇപ്പോൾ മസാല നന്നായി തിളച്ചിട്ടുണ്ട്. എണ്ണയൊക്കെ നന്നായി തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇതിലേക്ക് നേരത്തെ മാറ്റി വെച്ച ഉരുളക്കിഴങ്ങ് ഓരോന്നായി ഇടാം. ഇനി മസാലയും ഉരുളക്കിഴങ്ങും കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ പൊട്ടാറ്റോ മസാല തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. ഇനിയൊരു പുതിയ റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.